രാവിലെ നേരത്തെ എണീറ്റിട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പാമ്പുമേക്കാട്ട് മനയിലേക്കാട്ടോ പോയത്. അവിടെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി എനിക്ക് ഏട്ടൻ കൊണ്ടുവന്ന് തന്നതാട്ടോ. അമ്പലത്തിൽ ദേവിക്ക് ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്ന സാരിയാണ്. അതൊക്കെ പോട്ടെ, നമ്മുടെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഇതാട്ടോ. ഒരുപക്ഷെ 1-ാം തീയതിയാണ് വന്നിരുന്നതെങ്കിൽ നല്ല തിരക്കും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കായിരുന്നു. ഇതിപ്പോൾ പുറത്തു നിന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാട്ടോ. കാരണം 1-ാം തീയതി മാത്രമേ ഇവിടെ അകത്തേക്ക് കയറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം എന്തായാലും 1-ാം തീയതി വന്നിട്ട് തൊഴണം എന്നാട്ടോ എൻ്റെ ആഗ്രഹം. എനിക്ക് കുറച്ച് ദിവസമായി ഇവിടെ പോകണം എന്ന് ഭയങ്കര തോന്നൽ വരുന്നത്, അതുകൊണ്ടാട്ടോ അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ കൈലാസ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്, രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഭക്ഷണമാണ്. കുഞ്ഞി ഹോട്ടലാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരിക്കും. അതുപോലെ തന്നെ വെജിറ്റേറിയനും ആട്ടോ. ഏട്ടനാണെങ്കിൽ അപ്പവും കുള്ളിയാട്ടോ. ഞാൻ നെയ്റോസ്റ്റാണ്. നെയ്റോസ്റ്റ് കുറച്ച് സമയം എടുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഏട്ടൻ അപ്പവും കൊള്ളി എനിക്ക് തന്നിട്ടോ കുറച്ച്. അതിൽ നിന്ന് ഞാനും എടുത്ത് കഴിച്ചു. നെയ്റോസ്റ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിലുണ്ടായിരുന്ന വട ആദ്യം തന്നെ അടിച്ചു മാറ്റിയിട്ടോ. കാരണം ഞാനങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെയാട്ടോ. പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ലോട്ടറിയുടെ കാര്യമൊന്നും പറയാണ്ടിരിക്കുക നല്ലത്. കാരണം ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഗൂഗിളിലാണ് സെർച്ച് ചെയ്ത് നോക്കാറുള്ളത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 100 രൂപയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 100 രൂപ എന്ന് പറയുമ്പോൾ ചെറിയൊരു തുകയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും 100 രൂപയ്ക്ക് 100 രൂപയുടെ വിലയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് അത് നോക്കിയപ്പോഴാണ് അറിയുന്നത് സംഭവം ഗൂഗിളിൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ശരിക്കും ഗൂഗിളിൽ തെറ്റായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഗൂഗിൾ ചതിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നിട്ടാ.